പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ശക്തികൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ തിരുവള്ളൂർ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനം ഏറ്റെടുത്തിട്ടെങ്കിലും ഇതിൻ്റെ ആളുകളെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ DYFI CPM എങ്കിലും തയ്യാറാണ്. ആരാണിത് നടത്തിയെന്നുള്ളത്. ആ 10 ലക്ഷമെങ്കിലും കിട്ടുമല്ലോ. പോലീസോ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രഭാവകേന്ദ്രം ഒന്ന് പിടിക്കട്ടെ. ഇന്നലെ ശ്രീ MK രാഘവൻ KPC മീറ്റിങ്ങിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ശ്രീ MK രാഘവൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല പിന്തുണ കിട്ടി, ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നു, നല്ല വിജയം കോഴിക്കോട് ഉണ്ടാകും എന്നാണ് ബഹുമാന്യനായ ശ്രീ MK രാഘവൻ മീറ്റിങ്ങിൽ പ്രസംഗിച്ചത്. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരാൾ SMS അയക്കുകയാണ്, നിങ്ങൾക്കെതിരായി MK രാഘവൻ മീറ്റിങ്ങിൽ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വാർത്ത നോക്കി. അപ്പം തൃശ്ശൂരിൽ ജോസ് വള്ളൂരിനെയും TM പ്രതാപനെയും ഇരുത്തി മുരളീധരൻ വിമർശിച്ചു. MK രാഘവൻ ഞാൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആഞ്ഞടിച്ചു. ഇതാണ് വാർത്ത. ഇത് രണ്ടും തെറ്റാണ്. അവിടെ വെച്ച് തന്നെ ആ മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി MK രാഘവൻ MP ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ഇട്ടു, ചേവായൂർ ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അതേ മീറ്റിങ്ങിൽ റേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ റേസ് ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അതല്ലാതെ ഒരു കേസും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് മാതൃഭൂമിയിലൊരു വാർത്ത വന്നു. മാതൃഭൂമി ലേഖൻ കോഴിക്കോടുള്ളതായിരിക്കുന്ന മാതൃഭൂമി ലേഖനാണ് ആ വാർത്ത കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് ഷഹീൻ എന്തായാലും പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വാർത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി. എന്നിട്ട് കാണിക്കുന്ന വിഷ്വൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സ്ട്രീറ്റ് വാക്കാ. കാണിക്കുന്ന വിഷ്വൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ വാക്ക് വിത്ത് MK എന്നുള്ള ഫോട്ടോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരു കാര്യം പറയാം, MK രാഘവൻ മാത്രമല്ല കേരളത്തിലെ 20 UDF സ്ഥാനാർത്ഥികളും വിജയിക്കും. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. ഒറ്റക്കെട്ടായ പ്രവർത്തനം. അതിൽ ഏതെങ്കിലും ആളുകളെ പിൻ പോയിന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യം തകർക്കാം എന്ന് ആരെങ്കിലും കരുതി വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഏർപ്പാട് നടക്കില്ല എന്ന് വളരെ കൃത്യതയോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. MK രാഘവൻ MP തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളെ, ഒറ്റക്കെട്ടായി LDFൻ്റെ പരാജയം ഉറപ്പുവരുത്തിയ ആളുകളെ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് താല്പര്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനം അതിന് വഴങ്ങാൻ ഒരു കാരണവശാലും സാധ്യമല്ല. ഏതാ പാർട്ടിക്ക് ഞാൻ പറഞ്ഞ 2 ചാനലാണ് വാർത്ത കൊടുത്തത്. 2 ചാനൽ. ഇപ്പം ഞാൻ മാതൃഭൂമി വാർത്തയുടെ ഒരു ഇത് പറയാം. മാതൃഭൂമി വാർത്തയിൽ പറഞ്ഞ കൊടുവള്ളിയിൽ ഒരു ബൂത്ത് ഏജൻറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ പരിഹരിക്കുന്നത് പുലർച്ചെയാണ്. അവിടെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങളറിയാം, ഞാൻ അന്ന് മലപ്പുറം ഏരിയയിലാണ് എൻ്റെ പ്രചരണം, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൻ്റെ മലപ്പുറം ഭാഗത്ത്. ആ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഒരു 12 മണിക്കാണ് എനിക്ക് DC പ്രസിഡന്റ് വിളിച്ചിട്ട് കൊടുവള്ളിയിൽ ഒരു ബൂത്ത് ഏജൻറ്റിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചു. എന്നിട്ട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ, സ്ഥാനാർത്ഥി എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക, പൂർത്തീകരിക്കുക. അങ്ങനെ അവർ വെച്ച ഒരു ബൂത്ത് ഏജൻറ്റിനെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അത് ക്യാൻസൽ ചെയ്ത് അദ്ദേഹം എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു. എൻ്റെ കയ്യിലുണ്ട്. DC പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, അത് പരിഹരിക്കപ്പെട്ടു, നിങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു, നന്നായി എന്നും പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്തത്. എന്നിട്ട് ഇന്ന് മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന വാർത്ത അത് വെച്ച് വാർത്തയാണ്. അപ്പോൾ MK രാഘവൻ പറയാത്തതായ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. കൊടുവള്ളിയുടെ കാര്യത്തിൽ വ്യാജ വാർത്ത, യൂത്ത് കോൺഗ്രസ് പിൻവാങ്ങിയെന്ന് പറഞ്ഞു.
വ്യാജ വാർത്ത. എന്നിട്ട് കാണിക്കുന്ന ദൃശ്യം യൂത്ത് കോൺഗ്രസ് നടത്തിയ വാക്ക് വിത്ത് MKR എന്ന് പറഞ്ഞ പ്രോഗ്രാം. നിങ്ങളൊക്കെ പരിപാടി വന്നല്ലേ? എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ബോധം? അപ്പോൾ അത് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി ആളുകളെ തമ്മിൽ തെറ്റിച്ച് കോൺഗ്രസിനകത്ത് കലാപം ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കുന്ന ശ്രമം ഒരു കാരണവശാലും നടക്കില്ല. പ്രവർത്തകരും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും.